എന്തിനാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? മിശിഹ എന്തിനാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നോക്കുക, ഇവിടെ മിശിഹായുടെ അടയാളം അത്ഭുതങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? മിശിഹ ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന് ചില കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് 20-ാം അധ്യായം മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. യോഹന്നാൻ പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. ചേർന്ന് പറഞ്ഞ, യേശു മറ്റുള്ളവർ കാണുക, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു, കാണുക ചെയ്തു. ഇന്ന് പകലിലും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ കാണുക, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കാണുക, ഇനിയും ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും, ഇനിയും ചില അടയാളങ്ങൾ കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്ന ജനം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകലൊന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം ഇനിയും ചിലത് ചെയ്യും. കാരണം മിശിഹായവൻ അവതരിച്ച് ഭൂമിയിൽ അത്ഭുതങ്ങളെ ചെയ്തവൻ ഇനിയും അത്ഭുതങ്ങൾ ചെയ്യും. തൻ്റെ ശിഷ്യന്മാർ കാണുക യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. യോഹന്നാൻ അത് എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല തൻ്റെ സുവിശേഷത്തിൽ. ജനത്തിനാവശ്യമുള്ള ചില അത്ഭുത അടയാളങ്ങൾ മാത്രമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ചേർക്കുവാൻ പരിശുദ്ധാത്മാവ് യോഹന്നാനെ അനുവദിച്ചത്. ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. 31-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് അതെല്ലാം കർത്താവ് ചെയ്തത്? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. എന്തിനാ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ചെയ്തത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് തൻ്റെ ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും ക്രിസ്തു, ഹല്ലേലൂയ, ദൈവപുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് വിശ്വസിക്കുവാൻ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. ഓ ജീസസ് ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മിശിഹ എന്ന് പറയുന്നത് ഭൂമിയിൽ പൈശാചിക ശക്തികളാൽ തകർച്ച അനുഭവിക്കുന്ന വ്യക്തികളെയും ജീവിതങ്ങളെയും വിടുവിക്കുവാൻ ഈ ലോകത്തിലേക്കൊരു ദൈവം അവതരിക്കുമെന്നുള്ളത് നാളുകളായിട്ട് ജനം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ അതിൻ്റെതായ റിസൾട്ടുകളുണ്ടായി. ആ മിശിഹ തമ്പുരാൻ ഭൂമിയിലേക്ക് പിറന്നു. സ്തോത്രം. അത് കർത്താവായ യേശുവാണെന്ന് ജനത്തിന് ബോധ്യപ്പെടത്തക്ക നിലകളിൽ ആ മിശിഹായിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. എന്ന് പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ യേശുവിൽ ഒന്നുകൂടെ ആഴത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എന്നിട്ട് പറയണം, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ജീവനുണ്ടാകുക, വിശ്വസിച്ചവർക്ക് ജീവൻ ഉണ്ടാകാൻ എഴുതിയിരിക്കുന്നു. ഓ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ഉറപ്പിച്ചു പറയുന്ന, കർത്താവേ, ഞങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നു അങ്ങേ. ഇന്ന് പകലിലും ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
എത്ര പേരതൊന്ന് വിശ്വസിച്ച് പറയാൻ പറ്റുന്നുണ്ട്? അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ചില അത്ഭുതങ്ങൾ, ചിലർ കാണുക ചില അത്ഭുതങ്ങൾ ഇനിയും നടക്കും. നിങ്ങളുടെ വീട്ടിൽ ഇനിയും ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ രോഗത്തിൽ ഇനിയും ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇനിയും ചില അടയാളങ്ങൾ ഉണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിനകത്തുനിന്ന് ചില ദൈവിക അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല, അതിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറകിലൊരു സത്യമാണ്, അതിൻ്റെ പുറകിൽ ഒരേ ഒരു സത്യം. ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു, യേശു മിശിഹായാണ്, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഓ ഹല്ലേലൂയ! ഒന്ന് വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട്, അവനിൽ ആശ്രയിച്ചുകൊണ്ട് പറയാൻ കഴിയട്ടെ, കർത്താവേ, അങ്ങ് ഇനിയും അത്ഭുതങ്ങൾ ചെയ്യാൻ ജീവനുണ്ടാകാം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ! ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ജീവനുണ്ടാകാം. അപ്പോൾ ഇവിടെ മരിച്ചുപോയ ആളുകൾക്ക് ജീവനില്ല എന്ന് പൊതുവിൽ നമുക്കറിയാം. പക്ഷേ മരിച്ചുപോയ ആളുകൾക്ക് ജീവനില്ല എന്നുള്ള വസ്തുതയിൽ അവർക്ക് ജീവനുണ്ടാകുമെന്നുള്ളതല്ല ഇവിടെ പറയുന്ന ഭാഗത്തിൽ അർത്ഥം. ഇവിടുത്തെ അർത്ഥം ജീവനുണ്ടാകും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ, പ്രത്യുത ദൈവത്തിൻ്റെ ജീവൻ ജീവനുള്ളവരിലേക്ക് പകർന്നു തരുവാനിടയാകും. അതിന് പറയുന്ന പേരാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ ജീവന്റെ പ്രത്യേകതയാണ് മരണമില്ലാത്ത ഒന്ന്. ഏതു മരണം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂട്ടായ്മ പങ്കിട്ട് മുന്നോട്ട് പോകാൻ, ദൈവത്തോട് അടുത്തു വന്ന് കൂട്ടായ്മ പങ്കിടുവാനുള്ളൊരു ജീവൻ. ആത്മിക മരണത്തിൽ നിന്നും ദൈവം തന്നിൽ വിശ്വസിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന, പ്രത്യുത മിശിഹയാണെന്ന് വിശ്വസിക്കുന്നവരിലേക്ക് ഈ ദൈവിക ജീവനെ സ്വർഗത്തിലെ ദൈവം നൽകുകയാണ്. അവർക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്. ആ ദൈവിക ജീവൻ പകർന്നു കിട്ടിയവർ ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ അവർക്കുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാലം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോഹന്നാൻ പറയുകയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടുന്നതിനും ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ! അപ്പൊ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ കാര്യം എന്തിനായിരുന്നു? വിശ്വസിക്കാം. നോക്കിക്കേ, കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെത്രയെത്ര അത്ഭുതങ്ങൾ കാണുന്നു. നാം എത്രയെത്ര അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഈ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്നു. നമുക്ക് അവരോട് പറയണം, നീ വിശ്വസിക്കാനാണ് ഈ അത്ഭുതം കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത്.